ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഗർഭകാല പരിരക്ഷയിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളെ പറ്റിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. അതായത് അടിയന്തരമായി ശ്രദ്ധ കൊടുക്കേണ്ട, അടിയന്തരമായി ആരോഗ്യ പരിരക്ഷ വേണ്ട ചില ലക്ഷണങ്ങൾ. ഗർഭകാലത്തെ പൊതുവേ നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ആദ്യത്തെ 14 ആഴ്ച തുടങ്ങി 28 ആഴ്ച, 28 ആഴ്ച തുടങ്ങി പ്രസവിക്കുന്നിടം വരെയുള്ള സമയം. അതായത് ആദ്യത്തെ 3 മാസം, 3 മാസം തുടങ്ങി 6 മാസം, 6 മാസം തുടങ്ങി ഗർഭകാലം പൂർണ്ണമാകുന്നിടം വരെയുള്ള സമയം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഓരോ 3 മാസങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 മാസങ്ങളിൽ നമുക്ക് കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ 3 മാസങ്ങളിൽ ആ അവയവങ്ങൾ ഒന്ന് പാകപ്പെടുകയും പിന്നെ കുഞ്ഞിൻ്റെ വളർച്ച തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അവസാനത്തെ 3 മാസങ്ങളിലാണ് കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുന്നതും കുഞ്ഞിന് അമ്മയ്ക്ക് കുഞ്ഞിനെ ബാധിക്കാവുന്ന ചില അസുഖങ്ങൾ അമ്മയിൽ കണ്ടു തുടങ്ങുന്നതും ഒക്കെ അവസാനത്തെ 3 മാസങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ അവസാനത്തെ 3 മാസങ്ങളിൽ 2 ആഴ്ചയ്ക്കൊരിക്കൽ, അവസാനത്തെ മാസത്തിലാണെങ്കിൽ ആഴ്ചയ്ക്കൊരിക്കൽ ചെക്കപ്പ് വേണം എന്ന് നമ്മൾ പറയുന്നത്. കേരളത്തിലെ ഗർഭിണികളും അവരുടെ കുടുംബങ്ങളും വളരെ നന്നായിട്ട് തന്നെ ഗർഭ പരിരക്ഷ ചെയ്യുന്നവരാണ്. എന്നാലും ചില കാര്യങ്ങൾ ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 3 മാസം അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും വയറുവേദനയോ രക്തസ്രാവമോ ഉണ്ടാവുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. അത് കാണുന്നവരാണ് ഇവിടുത്തെ സ്ത്രീകളെല്ലാം തന്നെ. ചിലപ്പോൾ നമുക്ക് മാസക്കുളി തെറ്റിയിട്ട്, ഇപ്പോൾ ഫെബ്രുവരി 2-നാണ് മാസക്കുളി വന്നതെങ്കിൽ മാർച്ച് 2 കഴിയുമ്പോഴാണല്ലോ, അതായത് 1 മാസം തെറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ ഗർഭിണിയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് ഒരു 3-4 ദിവസം തെറ്റിയിട്ട് അവർക്കൊരു ബ്ലീഡിങ് വരാം. അത് നോർമലായിട്ട്, ചില സമയത്ത് അത് നോർമലായിട്ട് അങ്ങനെ വരുന്നത് കാണാം. സാധാരണ ഒരു മാസക്കുളി പോലെ അല്ലെങ്കിലും മാസക്കുളി തെറ്റി ആദ്യത്തെ മാസത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ കുറച്ചൊരു ബ്ലീഡിങ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഗർഭസമയത്ത് എപ്പോൾ ബ്ലീഡിങ് കണ്ടാലും അതിനെന്തെങ്കിലും കാരണം കാണും. തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. ആദ്യത്തെ 3 മാസത്തിൽ ഈ ബ്ലീഡിങ് കാണുകയാണെങ്കിൽ ആ ഗർഭസ്ഥ ശിശു അബോർഷനായി പോകുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ വിചാരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നടുവേദനയും വയറുവേദനയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്തോ സംഭവിക്കുന്നുണ്ട്. അകത്ത് ഗർഭപാത്രത്തിലുള്ള ഗർഭം പതുക്കെ ഇളകിത്തുടങ്ങുന്നു. ആ ഇളക്കം തട്ടിയതിൻ്റെ ലക്ഷണമാണ് ഈ രക്തസ്രാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആദ്യത്തെ 3 മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഛർദിലാണ്. അപ്പോൾ ചിലർക്ക് ഛർദിൽ കാണുകയില്ല, ചിലർക്ക് വളരെ കുറച്ച് ഛർദിലേ കാണുകയുള്ളൂ. മറ്റ് ചിലർക്കാണെങ്കിൽ ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഛർദിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗർഭിണികൾ ആ സമയത്ത് 3 നേരവും ആഹാരം കഴിക്കുന്നത് തന്നെയാണോ, ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ 3 നേരവും ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ അവർക്ക് 3 നേരം ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും 2 നേരത്തെ ഭക്ഷണമെങ്കിലും അകത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അത് മതിയാവും. പിന്നെ ധാരാളം വെള്ളവും കുടിക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഛർദിലുള്ള ചില ഗർഭിണികളുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആശുപത്രിയിൽ വന്ന് കാണണം. കാര്യം നമ്മൾ ഛർദിച്ചു തുടങ്ങുമ്പോൾ, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ ശരീരത്തിനകത്തുള്ള ഫാറ്റ് തന്നെ ശരീരം ഊർജത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങും. അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ രക്തത്തിലും മൂത്രത്തിലും കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ടാവുകയും അത് ഗർഭിണിക്കും നല്ലതല്ല, കുഞ്ഞിനും നല്ലതല്ല. അപ്പോൾ കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നതിന് മുമ്പ് വന്ന് ഒരു ഡ്രിപ്പൊക്കെ എടുത്തു പോവുകയും ഛർദിലിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് തുടങ്ങുന്ന അവസ്ഥയിലെങ്കിലും വന്ന് ആ കീറ്റോസിസ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ധാരാളം, അതായത് സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ
ഛർദിൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നോർമൽ പ്രഗ്നൻസി ആയിരിക്കില്ല അകത്ത്. ചിലപ്പോൾ മുന്തിരിക്കൊല ഗർഭമാകാം, അല്ലെങ്കിൽ ഇരട്ടക്കുട്ടികളാകാം, ഇതല്ലെങ്കിൽ അവർക്ക് തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ട ആവശ്യവും നമുക്കുണ്ട്. പിന്നെ ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ ബ്ലീഡിങ്ങിനേക്കാളും നമ്മൾ ഭയക്കേണ്ട ഒന്നാണ് വയറുവേദന. അത് സാധാരണഗതിയിൽ ഗർഭിണികൾക്ക് അങ്ങനെ വയറുവേദന വരേണ്ട കാര്യമില്ല. ഗർഭപാത്രം വലുതാവുമ്പോൾ അവിടെയുള്ള ലിഗമെൻസൊക്കെ, അതായത് ചില വള്ളികളും കെട്ടുപാടുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വലിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ വയറുവേദന വരേണ്ട കാര്യം ഗർഭിണികൾക്കില്ല. അപ്പോൾ അങ്ങനെ വയറുവേദന വരികയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അബോർഷൻ്റെ ലക്ഷണമാകാം, അതല്ല എന്നുണ്ടെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വരുന്നതിൻ്റെ ലക്ഷണമാകാം. അബോർഷൻ്റെ ലക്ഷണമാണെങ്കിലും നമുക്ക് ഒരു സമാധാനമുണ്ട്. പക്ഷേ ട്യൂബൽ പ്രഗ്നൻസി കൊണ്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയും ആ ട്യൂബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിച്ച് അതിനു വേണ്ട ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ നമുക്ക് വയറുവേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. ആദ്യത്തെ 3 മാസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രക്തസ്രാവമുണ്ടോ, വിട്ടുവിട്ട് വയറുവേദന വരുന്നുണ്ടോ, അമിതമായ ഛർദിലുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒന്ന്, നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിൽ പഴുപ്പ് നമ്മൾ നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ ലളിതമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പക്ഷേ നമുക്കത് മൂത്രത്തിൽ പഴുപ്പാണ് എന്നറിയാതെ, മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂത്രം പോകുമ്പോഴുള്ള ചുടിച്ചിൽ, എപ്പോഴും മൂത്രം പോകണം എന്നുള്ള തോന്നൽ, മൂത്രം ഒരു പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും എന്തോ വയറ്റിൽ മൂത്രം നിൽക്കുന്ന പോലെ കെട്ടിക്കിടക്കുന്ന ഒരു തോന്നൽ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് വരും. പക്ഷേ ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നുമില്ലാതെ കുളിരും പനിയുമായിട്ട് വരാം. അങ്ങനെ വരുമ്പോഴും പനിയുള്ളത് കൊണ്ട് ഗർഭിണികളെ എന്തായാലും ആശുപത്രിയിൽ കൊണ്ടുവരും. പക്ഷേ ചിലർക്ക് ഇതൊന്നുമില്ലാതെ അകാരണമായ ക്ഷീണം, ഇന്നലെ വരെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് ഇന്ന് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, വേണ്ട എന്നൊരു തോന്നൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ഷീണം തോന്നുകയാണെങ്കിലും ഗർഭസമയത്ത് ഏത് സമയത്തും ഈ ക്ഷീണം അധികമായിട്ട് തോന്നുകയും ആഹാരം വെറുപ്പ് വരികയും നേരത്തെ ഇല്ലാത്ത വിധം ശബ്ദിക്കാൻ തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അത് മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു ലക്ഷണമാകാം എന്ന് മനസ്സിലാക്കണം. അത് ഉടൻ തന്നെ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുകയും വേണം.